കുർബാനയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് വികാരി കുർബാനയാണ്. വികാരിയുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ സമയം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവ് നൽകിയ സമാധാനം നമ്മുടെ കുടുംബങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഇവിടെ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നത്, അതുപോലെ തന്നെ പ്രവാസികളായിരിക്കുന്നവർ, സ്വദേശത്ത് വിദേശത്തുമായിട്ട് കുടുംബങ്ങൾ അകലെയായിട്ട് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും വിശുദ്ധ ലോകത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ലോകത്തിൽ യുദ്ധക്കെടുതിയിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ എത്രയും വേഗം സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടെ വ്യാപരിക്കുന്നതിന് വേണ്ടിയും ഈ വിശുദ്ധ ബലി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്റെ ജീവപ്രദമായ പരിശുദ്ധ ബലി തിരുസഭാവിന് വേണ്ടി അർപ്പിക്കുവാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷിയുടെ പുസ്തകത്തിൽ നിന്നും എന്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയണമെന്ന് ആഹ്വാനം ഉയരും. അത്യുന്നതനും മഹത്വപൂർണനുമായ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധനെന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ജ്ഞാനഗതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. ഞാനാണ് ജീവശ്വാസം നൽകിയത്. അവന്റെ ദുഷ്ടമായ അത്യാഗ്രഹം നിമിത്തം ഞാൻ കോപിച്ചു. എന്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു. ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി ലഭിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാനിടയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സമാധാനം. ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം. ഞാൻ അവനെ സുഖപ്പെടുത്തും. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്. അതിന് ശാന്തനാകാനാവില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എന്റെ ദൈവം അരുളി ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. പാർക്കുമോ You
കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാം, നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ മരണമില്ല
ദൈവമേ നീ നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം ഞാൻ അപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമാകും.
സർവപ്രധാനമായെന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരങ്ങൾക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയിലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൃശ്യമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാൻ അധ്വാനിച്ചത് എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. വാഴുമോ വായിക്കപ്പെടുന്ന കർത്താവിന്റെ വിശുദ്ധായ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ നിന്ന് വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് രക്ഷകരമായ യേശുമിശിഹായുടെ ഉത്ഥാനനാളിൽ ഇപ്രകാരം സംഭവിച്ചു. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കണ്ടതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലിന്റെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടിയെന്ന മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലിന്റെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നവൻ കണ്ടു, എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്നതുമാല കച്ചയോടുകൂടി എല്ലാവരും ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു.
അവൻ മരിച്ചുവെന്നവരിൽ തന്നെ കേട്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്തവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനപരിശുദ്ധമായുടെയും നാമത്തിൽ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സത്യം അതാണ് കർത്താവ് ഉദ്ധാനം ചെയ്തു എന്നത്. അവിടുന്ന് ഉദ്ധാനം ചെയ്തതിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ 3 ശത്രുക്കളെ നമുക്ക് നിത്യജീവൻ നഷ്ടമാക്കി കളയുന്ന 3 ശത്രുക്കളെ കർത്താവ് കീഴ്പ്പെടുത്തി. നിത്യജീവിതത്തിലേക്കുള്ള പ്രയാണത്തിന് തടസ്സമാവുന്ന 1ാമത്തെ ശത്രു അത് പാപമാണ്. ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലെ വാസനയാണ് പാപം. 2ാമത്തെ ശത്രു ഈ പാപത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന പിശാചാണ്. 3ാമത്തേത് പാപത്തിന് ശക്തമായ മരണമാണ്. നമ്മുടെ കർത്താവ് കല്ലറയിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ 3 ശത്രുക്കളെ, പാപത്തെയും പിശാചിനെയും മരണത്തെയും തകർത്ത് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നിന്ന് ഉദ്ധാനം ചെയ്യുന്നത്. കർത്താവിനെ കുരിശിൽ തറച്ചവരെ സംബന്ധിച്ചിടത്തോളം കുരിശിൽ തറച്ച് കല്ലറയിൽ അടക്കി കല്ലറയ്ക്ക് മുദ്രയിട്ടതോടുകൂടി കർത്താവ് ഇനി ഇല്ല എന്ന് അവർ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടും അവിടെ ആലോചനകൾക്കും അവരുടെ പദ്ധതികൾക്കും എതിരായിട്ടുമാണ് കർത്താവ് കാണിച്ചത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കുന്ന വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ് കർത്താവ് ഉദ്ധാനം ചെയ്തു എന്നുള്ളത്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ തടയുവാൻ സാധ്യമല്ല എന്ന് കർത്താവ് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. സ്വർഗത്തെയാണ് ഞാൻ നോക്കിയിരിക്കുന്നതെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്റെ പരിശ്രമം സ്വർഗം നേടാൻ ആണെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ തടയാൻ പറ്റും. കർത്താവിനെ കല്ലറയിൽ അടച്ചു. കല്ലറയുടെ വാതിൽ പുറമേ നിന്ന് പൂട്ടിയിരുന്നു. എന്നാൽ പുറത്തുള്ള ആരുടെയും സഹായമില്ലാതെ ആ കല്ലറ തുറന്നാണ് കർത്താവ് പുറത്തേക്ക്. സ്വർഗരാജ്യത്തിലേക്കുള്ള കർത്താവിന്റെ യാത്രയിൽ കർത്താവ് അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യമാണ് നമ്മളവിടെ കാണുന്നത്. ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളത് കർത്താവായ യേശുവിന്റെ നിയോഗമാണ്. അത് ദൈവം നൽകിയ നിയോഗമാണ്. അത് കർത്താവ് സന്തോഷത്തോടെ സ്വീകരിച്ച നിയോഗം. അതുകൊണ്ട് തന്നെ ആ നിയോഗം ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് തടയാൻ പറ്റില്ല. കർത്താവ് കല്ലറയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അടിമത്തം എന്ന് പറയുന്നത്
പുറമേയുള്ള ഉള്ളിലുള്ളത്. സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് പുറമേയുള്ളതാണ്. എന്നാൽ ഉള്ളിൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ. കല്ലറയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേണം. ജീവിതത്തിന്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റും. അതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. ഒരു വിഷയം നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ഉള്ളിലെ സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താണ് സത്യം? അത് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് സത്യം ജീവിക്കുന്നവരും സത്യം കൊടുക്കുന്നവരും. കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനും ആശ്രയം വെക്കാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിന്റെ ഉള്ളിൽ നിറയുന്നത് ഒരു വലിയ സ്വാതന്ത്ര്യമാണ്. ഏത് ചങ്ങലയെയും ഏത് ബന്ധനത്തെയും പൊട്ടിക്കുവാൻ കഴിയുന്ന ഒരു വലിയ സ്വാതന്ത്ര്യം കർത്താവ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്? ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്നത്, നിരാശ. എന്തുകൊണ്ടാണ്? ഉള്ളിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തത്. കർത്താവ് നമ്മൾ സ്വീകരിക്കാത്തത്. ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പെരുമാറാതിരിക്കുമ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ഇരുട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഉള്ളിന്റെ ഉള്ളിൽ സത്യപ്രകാശമായ കർത്താവ്. യഥാർത്ഥമായ പ്രകാശവും പ്രത്യാശയും കർത്താവാണ്. ആ കർത്താവ് ഉള്ളിൽ നിറഞ്ഞാൽ നിങ്ങളുടെ കൈകെട്ടിയിട്ടാൽ നിങ്ങളുടെ സ്വതന്ത്രം, കാലുകൾ കൂട്ടിക്കെട്ടിയാൽ നിങ്ങളുടെ സ്വതന്ത്രം. ആ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആകാശത്തിൽ പോയാൽ നിങ്ങൾ ബന്ധരസം. കാരണം നിങ്ങൾ ഈ ലോകത്തോട് ബന്ധിക്കപ്പെട്ടു. കർത്താവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ ഈ ലോകത്തോടുള്ള ബന്ധത്തെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി രണ്ടാമതായിട്ട് യഥാർത്ഥമായ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. പലർക്കും അവരവരെ കുറിച്ച് അപകർഷത ബോധമാണ്. അതുള്ളിൽ സ്വാതന്ത്ര്യമില്ലാത്ത. എന്റെ നിറത്തെക്കുറിച്ചോ എന്റെ പൊക്കത്തെക്കുറിച്ചോ എന്റെ വലിപ്പത്തെക്കുറിച്ചോ എന്റെ ശബ്ദത്തെക്കുറിച്ചോ ഒക്കെ അപകർഷതാബോധമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉള്ളിന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യമില്ലാത്ത. ഞാൻ എന്തായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഞാൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കുന്നു, ഞാൻ മറ്റൊരു ക്രിസ്തുവായിരിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ സൗന്ദര്യം. ക്രിസ്തുവിന്റെ സൗന്ദര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സൗന്ദര്യം. അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഒത്തിരി പൈസ മുതലാക്കി സൗന്ദര്യവർത്ത വസ്തുക്കൾ വാങ്ങി കുറെ സമയം കളഞ്ഞ് ആവശ്യമില്ലാത്ത കർത്താവിനുള്ള സൗന്ദര്യത്തെ മറയ്ക്കുവാനുള്ള സൗന്ദര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. യഥാർത്ഥമായ സൗന്ദര്യം അത് ആത്മാവിന്റെ സൗന്ദര്യമാണ്. മദർ തെരേസയുടെ സൗന്ദര്യം, മദർ തെരേസ എല്ലാ ദിവസവും പൂശിയ കുട്ടിയുടെ സൗന്ദര്യമല്ല, ലിപ്സ്റ്റിക്കിന്റെ സൗന്ദര്യമായിട്ടില്ല, അല്ലെങ്കിൽ മോടിയായ അണിഞ്ഞ വസ്ത്രമായിട്ടില്ല, അല്ലെ ഇന്നത്തെ രീതിയിൽ മാംസികീരിയ വസ്ത്രമായിട്ടില്ല. കൊടുത്തുകീറിയിട്ടുണ്ടാവും മാംസികീരി വസ്ത്രം. പക്ഷെ അമ്മയ്ക്ക് ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. അനേകം മക്കളെ ആകർഷിക്കുവാൻ, അനേകം സൗരഭ്യം പകരുവാനുള്ള സൗന്ദര്യമായി. ഇന്ന് ഈ സൗരഭ്യവും സൗന്ദര്യവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മാതാപിതാക്കളുടെ സൗന്ദര്യം കാണുവാൻ മക്കൾക്ക് സാധിക്കുന്നില്ല. മക്കളുടെ സൗന്ദര്യം കാണുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. കാരണം ഉള്ളിന്റെ ഉള്ളിൽ ഉദ്ധതനായ ക്രിസ്തുവിന്റെ സൗന്ദര്യം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൂടെ മരിക്കുന്നവർ കർത്താവിനോടുകൂടി ഉദ്ധാനം ചെയ്യും. കർത്താവിനോടുകൂടെ ഈ ലോകത്തിൽ മരിക്കുന്നവർ കർത്താവിനോടുകൂടി മഹത്വത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. ഈ കർത്താവിനോടുകൂടി മരിക്കുവാൻ നമ്മൾ തയ്യാറാണോ എന്ന് നമ്മൾ ആശ്വസിച്ചു. ജീവിതത്തിലെ ക്ലേശങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സമയങ്ങളിൽ, അല്ലെ ജീവിതത്തിലെ ആഘോഷങ്ങളുടെ നിമിഷങ്ങളിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ നടത്തുന്ന വിട്ടുവീഴ്ചകൾ, ഒത്തുതീർപ്പ് ഫോർമുലകൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ
ഏത് പ്രതിസന്ധിയിലും ഞാൻ വിശ്വസിക്കുന്നവനായ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് പറയുവാൻ നമ്മൾ ഉയർപ്പിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ നമ്മുടെ കർത്താവായ സത്യമായി ഉദ്ഘാടനം ചെയ്തു എന്ന് പുരോഹിതൻ വിളിച്ചു പറയുമ്പോൾ ജനം മുഴുവനും വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് അവർ സത്യമായി ഉദ്ധാനം ചെയ്യും. ഇത് ആദിമ ക്രൈസ്തവർ പരസ്പരം കാണുമ്പോൾ പറഞ്ഞ ഈശോമിശിഹായ്ക്ക് സ്തുതിക്കുന്നവരുള്ള പ്രാർത്ഥനയാണ്. ഓരോരുത്തരും കാണാൻ പറയുന്നത് കർത്താവ് ഉദ്ധാനം ചെയ്യും. അപ്പൊ അടുത്താൾ തിരിച്ചു പറയും കർത്താവ് സത്യമായി ഉദ്ധാനം ചെയ്യും. അപ്പൊ നമ്മൾ പരസ്പരം പറയേണ്ടത് കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യം. മരിച്ചുപോയ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെ, ഇന്നും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലി പൂർത്തിയാക്കി ഇന്നും ജീവിക്കുന്ന സജീവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ ദൈവം, ആ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. അവൻ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടും? അവൻ തരുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. ഇന്ന് ആ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കും. എത്രയോ ബന്ധനങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. അത് സൗഹൃദത്തിന്റെ ബന്ധനമാണ്, പ്രണയത്തിന്റെ ബന്ധനമാണ്, സാഹോദര്യത്തിന്റെ ബന്ധനങ്ങളാണ്, അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ ബന്ധനങ്ങളാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഇനി എപ്പോൾ തിരിച്ചു ചെയ്യാൻ പറ്റുമെന്ന് ദിവസങ്ങളും മാസങ്ങളും ആലോചിച്ച് കൂട്ടുന്ന ഒരു ബന്ധനം ജീവിതത്തിൽ. ഇന്നലെ ആ നിമിഷം പറഞ്ഞാലും ഉള്ളിലുള്ള എന്തുമാത്രം സ്വാതന്ത്ര്യം. കിട്ടിയതെല്ലാം തിരിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊടുക്കുന്നത് അസ്വാതന്ത്ര്യം. അവസരം നോക്കിയിരിക്കുന്ന കുറുക്കന്മാരെ പോലെ ജീവിക്കുന്ന വിശ്വാസികളായിട്ട് സമൂഹം. ആരെങ്കിലും എന്തെങ്കിലും അബദ്ധത്താലോ അറിഞ്ഞുകൊണ്ടോ ചെയ്തു പോയാൽ അതിന്റെ പ്രതികാരം ചെയ്യാൻ നിൽക്കുന്ന കുറുക്കന്മാരെ കുതന്ത്രവുമായിട്ട് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ ഉള്ളിന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വിദ്വേഷവും വൈരാഗ്യവുമെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, എന്റെ ഉള്ളിൽ ഒരാളെ നോക്കി ചിരിക്കാൻ തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബന്ധനമാണ്. ഒരാൾക്ക് നന്മ ചെയ്യുവാൻ തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് ബന്ധനമാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ഭൂതാശം സ്വീകരിക്കുവാൻ തടസ്സമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ബന്ധനമാണ്. അത്തരം ബന്ധനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് കർത്താവാണ് എന്റെ നായകനും രക്ഷകനും ദൈവവുമെന്ന് വീട്ടിലും നാട്ടിലും പള്ളിയിലും പഠിക്കുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരും അറിയും കർത്താവ് ഇന്നും ജീവിക്കും. പിതാവിന്റെയും പുത്രന്റെയും ജീവപരിശുദ്ധന്റെയും നാമത്തിൽ Barmos tomacalos നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനസ്സിലേർത്തിയും എല്ലാ നേരത്തും ഇവിടെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ശ്രേഷ്ഠമായ മഹാവിശ്വസനായി അനാദ്യന്തമായ മഹത്വത്തോടുകൂടെ ഇരിക്കുന്നവനും പരിശുദ്ധ വിസ്മയനിമാമിതം പുകഴ്ത്തപ്പെടുന്നവനും സത്യദൈവമെന്ന് പ്രത്യേകം അറിയപ്പെടുവാൻ വിധേയനാവാതെ സ്തുതിക്കപ്പെടുന്നവനും സ്തുതികളുടെ ഐക്യത്തെ അവിഭക്തമാനത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നവനും ദൈവികമായ വിശുദ്ധ മൂന്നാളുകളുടെ ഏകസാരാംശം അവർണ്യമാവിധം സ്പഷ്ടമായി പ്രഖ്യാപിക്കപ്പെട്ടവനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കാരുണ്യവാനായ
കർത്താവിന് മുൻപാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെ ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുൻപാകെ ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ നിന്റെ അസംഖ്യപാപങ്ങളും നിന്നെ വിശ്വസിക്കുന്നതിന് മുഴുവന്റെയും പാപങ്ങളുമായി ചുറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മനുഷ്യരാത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരവരണേ, ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. നിന്റെ ദൈവത്തിന് യോഗ്യതയ്ക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയത്തിലുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങൾ എല്ലാവരെയും ആധാരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അവർണ്യനും അതിർത്തിയില്ലാത്തവനും അദൃശ്യനും സങ്കല്പിക്കുവാൻ കഴിയാത്തവനും സകലത്തിന്റെയും യഥാർത്ഥ ജീവനും എല്ലാത്തിന്റെയും ആരംഭവും പ്രകാശവും സകല സൃഷ്ടികളെ പ്രകാശിപ്പിക്കുന്നവനുമായ ദൈവമേ, നീ പ്രകൃത്യാ നല്ലവനും സത്യദൈവവും ആവുന്നു. എന്നാൽ നിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് നിന്നെ ആകർഷിച്ച് കൊണ്ടുവന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയും പാപപരിഹാരവുമായി പിതാവായ ദൈവത്തിന് സ്വയം സമർപ്പിച്ചു. നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ വെടിപ്പോടെ ദൈവിക ശുശ്രൂഷ നടത്തുവാൻ ജീവനായ ദിവ്യമായ ഭൂതാശകൾ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുവാൻ നീ ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പിതാവിശുദ്ധിയോടുകൂടി നിന്നെ അർപ്പിക്കുവാൻ നീ ഞങ്ങൾക്ക് അധികാരം നൽകി. വന്യവും ജീവദായകമായ നിന്റെ കൽപ്പനകളെ ആചരിക്കുവാൻ ഞങ്ങൾ നീ ശക്തരാക്കി. ആകയാൽ ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുള്ളവരും പരിശുദ്ധനുമായ ജ്ഞാനത്തിന്റെയും വിവേചനത്തിന്റെയും അറിവിന്റെയും ധീരതയുടെയും ആലോചനയുടെയും ദൈവഭയത്തിന്റെയും രക്ഷയുടെയും പുത്രസ്വീകാരത്തിന്റെയും ആത്മാവ് സജീവനായ ഞങ്ങളിൽ ഇപ്പോൾ ശുദ്ധീകരിച്ച് പൂർണ്ണമാക്കപ്പെടുന്ന ഈ കുർബാനയിലും ആവസിച്ച് പ്രീതിപ്പെടുമാറാകണമേ. അവൻ ഞങ്ങളുടെ ആത്മാക്കളിലും ശരീരങ്ങളിൽ ഇറങ്ങി ആവസിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് സകല പാപചിന്തകളെ സമൂലം നശിപ്പിക്കുകയും ചെയ്യണമേ.